സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിന്റെ വാർഷികം, ആ സ്വലാത്തിലേക്ക് നമ്മെ കൂടുതൽ ആകർഷിക്കാനും അത് ഇവിടെ നിലനിർത്തേണ്ടതിൻ്റെ ബാധ്യത പ്രത്യേകം ബോധിപ്പിക്കുവാനും, അങ്ങനെ ഒരു സ്വലാത്തിൻ്റെ സദസ്സ് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ടെന്ന് അറിയാത്തവരെ അറിയിക്കുവാനുമൊക്കെയാണ് ഇതുപോലെ പണം ചെലവഴിച്ച് നമ്മൾ വാർഷികാഘോഷങ്ങൾ നടത്തുന്നത്. എല്ലായിടത്തും സ്വലാത്തിൻ്റെ സദസ്സുകൾ ചടങ്ങുകളായി ഒതുങ്ങുകയാണ്. അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളുകൾ, പള്ളിയിൽ എപ്പോഴും ചടഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന വയസ്സന്മാർ, വല്ലപ്പോഴും ഉസ്താദുമാരുടെ നിർബന്ധത്തിനു വേണ്ടി അവരുടെ നിർദ്ദേശപ്രകാരം വന്നെത്തുന്ന കുട്ടികൾ, ഇവർ മാത്രമായാണ് ഇത്തരം സദസ്സുകളിലെ സാന്നിധ്യം എല്ലായിടങ്ങളിലും. എന്നാൽ പോലും ആ നാടിനെ ആത്മീയമായി നിലനിർത്തുന്നതിൽ ഇങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന സ്വലാത്തിന്റെ സദസ്സുകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മളിപ്പോൾ ഈ കാലത്തെ നമ്മുടെ ജനങ്ങളെക്കുറിച്ചും പുതിയ തലമുറയുടെ സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കേട്ടത്. ആരും പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥങ്ങളാണ് ഇതൊക്കെ. മനുഷ്യന്മാർ അല്ലാഹു തആല ആദരിച്ചിട്ടുള്ള അവന്റെ ഏറ്റവും ഉയർന്ന മനുഷ്യന്മാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമടക്കം നാടൊഴുകുമ്പോൾ അതിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാടിന്റെ സ്വഭാവത്തിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ നിലപാടുകളും കുത്തൊഴുക്കും എങ്ങനെയാണോ അങ്ങോട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒഴുകി നമ്മൾ നാശപ്പെടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പ്രദായവും അവന്റെ വ്യവസ്ഥിതിയും അവൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാനിക്കുന്ന മഴയിറക്കാൻ, സഹായം നൽകാൻ, രാപ്പകലുകൾ മാറി ശരിക്കും കൃത്യമായി വന്നുകൊണ്ടിരിക്കാൻ, നാശപ്പെടാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യരിൽ പ്രത്യേകമായും അല്ലാഹു പ്രത്യേകം ചില ഔലിയാക്കളെയും മഹത്തുക്കളെയും ഇന്നും അവരോധിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിപ്പോരുന്നു. അതിനെല്ലാം നേതൃത്വമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവും പകലും മാറി വരുന്നതിന് വ്യത്യാസമില്ല. കാലവർഷവും അതില്ലാത്ത കാലവുമൊക്കെ മാറി വരുന്നതിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. പലപ്പോഴും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ നിമിത്തങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും പണ്ഡിതന്മാർ പ്രത്യേകം ഉദ്ബോധിപ്പിക്കുകയും തെറ്റുകുറ്റങ്ങളൊക്കെ പ്രത്യേകം ഉണർത്തുകയും ചെയ്യാറുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ സമ്പ്രദായം വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ വ്യവസ്ഥിതിക്കും അല്ലാഹു തആലാന്റെ സമ്പ്രദായത്തിനും പ്രത്യേകം ഒരു മാറ്റമോ പ്രത്യേകം ഒരു പകരമാക്കലോ ഒന്നുമില്ലാതെ അള്ളാഹു അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ മഹത്തായ തിരുദാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തന്നെ ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ നന്മകളും റഹ്മത്തുകളും അല്ലാഹു തആല വർഷിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു സംവിധാനമാണ്. ഇത് പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് വായിക്കാൻ പറ്റും. അല്ലാഹു ഈ ലോകത്ത് എന്തൊരു തരം റഹ്മത്ത് അവതരിപ്പിക്കുന്നുണ്ടോ,
നാളെ പരലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം തരത്തിലുള്ള റഹ്മത്തുകൾ അല്ലാഹു തആല ചൊരിയുന്നുണ്ടോ, വർഷിക്കുന്നുണ്ടോ, അതൊക്കെ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തങ്ങളിലൂടെയല്ലാതെ ഇത് നൽകുന്നില്ല എന്നത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നത് വന്നുകൊണ്ട് എന്നെ മുഖേനയാണ് എല്ലാ റഹ്മത്തും വരുന്നത് എന്ന് പറയുമ്പോൾ അത് വീമ്പ് പറയലായി, വെടി പറയലായി സാധാരണക്കാരോ ശത്രുക്കളോ അതിനെ ഉപയോഗപ്പെടുത്തും. അങ്ങനെയല്ല പലപ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു നബിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത്. സന്ദർഭത്തിനൊത്തുകൊണ്ട്, ഓരോരോ സമയത്തിനൊത്തുകൊണ്ട്, ഓരോരോ സാഹചര്യങ്ങൾക്കൊത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കും. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത പല ഹദീസിന്റെ കിതാബുകളിൽ കാണും. ഇന്നമാ അന ഖാസിം വല്ലാഹു യുഅതി. ഞാൻ അല്ലാഹു തആല നൽകുന്ന റഹ്മത്തുകളെയും നിഅമത്തുകളെയും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. നൽകുന്നവൻ അല്ലാഹുവാണ്. റഹ്മത്തുകൾ നൽകുന്നവൻ അല്ലാഹുവാണ്. റഹ്മാൻ അല്ലാഹുവാണ്. റഹീം അല്ലാഹുവാണ്. റഹ്മത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ലോകത്തിന്റെ യജമാനൻ അല്ലാഹുവാണ്. ലോകത്ത് എന്തു നടത്തുന്ന അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു നടത്തുന്ന ആ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നയാൾ, അത് നിങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾ, നിങ്ങളിലേക്ക് പ്രസരണം ചെയ്യുന്ന ആൾ ഞാനാകുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഞാൻ ഖാസിമാണെന്ന് പഠിപ്പിക്കുകയല്ല. ഞാൻ വിതരണക്കാരൻ മാത്രമേ ഉള്ളൂ. നൽകുന്നവനും റഹ്മാനും അല്ലാഹുവാണ് എന്ന് അല്ലാഹുവിന്റെ മഹത്തായ ഗുണം പഠിപ്പിക്കുകയാണ്. ആ ഗുണത്തോടൊപ്പം അതിന്റെ വിതരണക്കാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ സൗഭാഗ്യവും നിഅമത്തും അല്ലാഹുവിന്റെ റസൂൽ നമ്മെ തെര്യപ്പെടുത്തുകയാണ്. എന്തിന്? നമ്മൾ നമ്മുടെ വലുപ്പം മനസ്സിലാക്കാൻ. ആ നബിയുടെ ഉമ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുക്കിയതും നമ്മെ ആ ഉമ്മത്തിൽ പെടുത്തിയതും എത്ര വലിയ പദവിയാണെന്ന് മനസ്സിലാക്കാൻ. തുടക്കം മുതൽ ഉദ്ഘാടനത്തിൽ സൂചിപ്പിക്കപ്പെട്ട കാര്യം മുതൽക്കേ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽ നമ്മൾ പെടുത്തിയതുകൊണ്ടും ആ ഉമ്മത്തിലെ മുന്തിയ വഴിയും സത്യത്തിന്റെ പാതയും നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെയും നേട്ടങ്ങളും അതിന്റെ ഉപകാരങ്ങളുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നമ്മൾ പെട്ടു എന്ന് പറയുന്നതും നമ്മളെ അള്ളാഹു പെടുത്തി എന്ന് പറയുന്നതും നമ്മൾ ആലോചിച്ച് നേടിയ ഒരു സൗഭാഗ്യമല്ല, അള്ളാഹു ഓശാരമായി തന്ന ഒരു സൗഭാഗ്യമാണ്. എന്താണ് അതിന്റെ നേട്ടം? അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് നമ്മളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നു. അല്ലാഹു അവന്റെ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. സദാ സമയവും അല്ലാഹുവിന്റെ മേൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹു തആല. ആ സ്വലാത്ത് വർഷിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹുവിനോട് മാപ്പെരുന്നുകൊണ്ടിരിക്കുകയും മുത്തനബിയുടെ ഉമ്മത്തിന് വേണ്ടി മാപ്പെരുന്നുകൊണ്ടിരിക്കുകയും കൂടെ അവരുടെ കർമ്മങ്ങളിൽ കൂടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നു അല്ലാഹുവിന്റെ മലക്കുകൾ. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വിശ്വാസികളായിട്ടുള്ളവരെ, നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചൊല്ലിക്കൊണ്ടിരിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നു. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, എല്ലാ വെള്ളിയാഴ്ചയിലും ജുമുഅകളിലും നമ്മൾ കേൾക്കുന്നതാണ്. ഈ ആയത്ത് അതാത് വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുത്ബ നമ്മുടെ ഖത്തീബുമാർ അവസാനിപ്പിക്കാറില്ല. എല്ലായ്പ്പോഴും എല്ലാ സ്വലാത്തിന്റെ സദസ്സുകളിൽ നമ്മൾ കേൾക്കും അല്ലാഹു നമ്മോട് സ്വലാത്ത് കൊണ്ടും സലാമ് കൊണ്ട് കേൾപ്പിക്കുന്നത്. സദാസമയവും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തിന്റെ പ്രാർത്ഥനകൾ, സ്വലാത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഈ ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ലോകങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണിത്? അത്ര കണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് അല്ലാഹു തആല വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹു തആല റഹ്മത്ത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആദരവുറ്റ പൊലിവുറ്റ റഹ്മത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വലാത്ത് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വലാത്തിൽ നമ്മൾ ദ്വാരക്കുന്നത് ഞമ്മക്കെന്തോ കിട്ടാനല്ല. അള്ളാഹുവിന്റെ റസൂലിന് ആദരവുറ്റ റഹ്മത്ത് അല്ലാ നീ നൽകണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാണ്. അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും.
കാരണം അള്ളാഹു അത് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ആ ഏൽപ്പിച്ച സ്വലാത്ത് നമ്മളെ കൊണ്ട് നിർവഹിപ്പിക്കുന്നതും അതിനനുസാരമായി അത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയാനാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഹുജറ ശരീഫയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലിന് ഈ സദാസമയത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ പേരിൽ കിട്ടുന്ന റഹ്മത്തുകളൊക്കെ എന്തിനാണ്? ആ റഹ്മത്തുകൾ അത്രയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അവിടുത്തെ സമുദായത്തിനും അവിടുത്തെ ഇഷ്ടക്കാർക്കും അവിടുന്ന് ആഗ്രഹിക്കുന്നവർക്കും അവിടുന്ന് കനിഞ്ഞേകുന്നവർക്കും അവിടുത്തെ അടുപ്പക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിന് വേണ്ടി ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം കൽപ്പിക്കുന്നതിന് ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ സദസ്സിൽ റസൂലിന്റെ സദസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞതിൽ തുടർന്ന് അവതരിച്ച ആയത്താണ്. അവർ വന്ന് റസൂലുള്ളാഹിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ആയത്തിൽ ഒരു കൗതുകമുണ്ട്. അങ്ങേക്ക് എന്തു തന്നാലും ആ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി പങ്കെടുപ്പിക്കാതെ ഷെയർ ചേർക്കാതെ അല്ലാഹു തആല ഒരിക്കലും ഒരു സമ്മാനവും അങ്ങേക്ക് സമർപ്പിച്ചിട്ടില്ല. എന്തു വലിയ സമ്മാനങ്ങൾ അങ്ങേക്ക് തന്നാലും ഞങ്ങൾക്ക് വേണ്ട ഒരു പങ്ക് അതിൽ അല്ലാഹു തആല നൽകാറുണ്ട്. ഈ ആയത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ലല്ലോ. അവിടത്തേക്കുള്ള സ്വലാത്ത് അല്ലാഹു മലക്കുകളും നിർവഹിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. അതോടൊപ്പം ഞങ്ങളോട് അങ്ങേക്ക് സ്വലാത്ത് ചെല്ലാനും സലാം ചെല്ലാനും വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ഈ ആയത്തിലില്ലല്ലോ എന്ന് പരാതിപ്പെട്ടപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്. വല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു. അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കുന്നുണ്ട്. അല്ലാഹു മലക്കുകളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അതേ രീതിയിൽ അല്ലാഹു തആലയും അവന്റെ മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതാണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു ഉദ്ദേശിച്ച നിർദ്ദേശം പാലിക്കുക. അടിസ്ഥാനപരമായി സ്വലാത്തിന്റെ ബലത്തിനനുസരിച്ച്, ഹൃദയത്തിന്റെ ബലത്തിനനുസരിച്ച്, ആത്മാർത്ഥതക്കനുസരിച്ച്, മനസ്സാന്നിധ്യത്തിനനുസരിച്ച് കൂടുതൽ വർഷിക്കും. ഇങ്ങനെ അല്ലാഹു തആല സ്വലാത്ത് നബിക്ക് സ്വലാത്ത് ചൊല്ലിയതിന് നമുക്ക് സമ്മാനം നൽകാൻ സംവിധാനം. നമുക്കറിയാം, മദീനത്തെ മസ്ജിദുൽ നബവിയുടെ ഏതാണ്ട് അടുത്ത ഭാഗത്തായി മദീനയുടെ മാർക്കറ്റ് കഴിഞ്ഞ ഒരു സ്ഥലത്ത് മസ്ജിദുസ് സജദ എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്. മസ്ജിദുസ് സജദ സുജൂദിന്റെ പള്ളി എന്നാണ് ഈ പള്ളിയുടെ അർത്ഥം. അന്നവിടെ പള്ളിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ മദീനത്തേക്ക് നടന്നു വരികയാണ്. മാർക്കറ്റിൽ നിന്ന് മദീനത്തെ പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ആ വരുന്നതിനിടയിൽ അവിടെ നിറയെ കാരക്കമരങ്ങളാണ്. കാരക്കത്തോട്ടങ്ങൾക്കിടയിൽ ഒരു തോട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം അത് ഇരിക്കുകയും അവിടെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുകയും ചെയ്തു. കൂടെയുള്ളവർ അന്തം വിട്ടു പരിശോധിച്ചു. കൂടെയുള്ള സ്വഹാബാക്കൾ സംശയിച്ചു പോയി. പരിഭ്രമിച്ചു അവർ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും സ്വലാത്തിൽ തന്നെ, സുജൂദിൽ തന്നെ, ആ സുജൂദ് ദീർഘമായതിനു ശേഷം സ്വഹാബത്ത് സംശയം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഈ സുജൂദിൽ അങ്ങ് ദീർഘിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പലതും സംശയിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഈ സുജൂദ് അല്ലാഹുവിന് ശുക്റായി, നന്ദിയായി ചെയ്ത സുജൂദാണ്. എന്തേ കാര്യം? എന്റെ മേലൊരുത്തൻ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയ ഈ ഉമ്മത്തിൽപ്പെട്ട വ്യക്തിക്ക് 10 സ്വലാത്ത് അതിന് പകരമായി അല്ലാഹു തആല വർഷിക്കും. നമ്മൾ നബിക്ക് അപേക്ഷിച്ച സ്വലാത്ത് എന്താണോ ആ സ്വലാത്തിന്റെ 10 മടങ്ങ് നമുക്ക് അല്ലാഹു തആല വർഷിക്കും എന്ന് ഒന്നാമത്തെ വഹ്യ് വന്നപ്പോൾ
പ്രഥമ വഹിയാണിത്. പിന്നെ 30 സ്വലാത്ത് എന്ന് വഹി വന്നിട്ടുണ്ട്, 70 സ്വലാത്ത് എന്ന് വഹി വന്നിട്ടുണ്ട്, 300 സ്വലാത്ത് എന്ന് വഹി വന്നിട്ടുണ്ട്. ധാരാളം മടങ്ങ് സ്വലാത്തുകൾ അള്ളാന്റെ റസൂലിന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു തആല റിട്ടേൺ നൽകുന്നതായി പിന്നീട് ഒരുപാട് വഹികൾ വന്നിട്ടുണ്ട്. പ്രഥമമായി വഹി വന്നപ്പോ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന് ചൊല്ലിയ സ്വലാത്തിന് പാഴാകാത്തവണ്ണം നബിക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകിക്കൊണ്ട് സ്വലാത്ത് വർഷിക്കുന്നതിനൊപ്പം ചൊല്ലിയ വ്യക്തിക്ക് 10 സ്വലാത്ത് അള്ളാഹു നൽകും എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്നപ്പോ ഈ ഉമ്മത്തിന് കിട്ടുന്ന നന്മയിൽ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടത്തിൽ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുക്റിന്റെ സുജൂദ് ചെയ്ത് നീണ്ടുപോയതാണ്. ഈ പള്ളി ഇന്നും മസ്ജിദു സജദ എന്ന പേരിൽ, സുജൂദിന്റെ പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായി മദീനത്തു കാണാം. ഇപ്പൊ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനത്തിലായിരുന്നു. എന്നാലും ഇത് സന്ദർശിക്കപ്പെടുന്ന പള്ളികളാണ്. അവിടെ പോയി നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ് മസ്ജിദു സജദ. അപ്പൊ കേവലം ഒരു സ്വലാത്ത് എന്നത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് വർഷിക്കാനുള്ള നമ്മുടെ പ്രാർത്ഥനയല്ല. നമുക്ക് പടച്ചവന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ്. ആ സംവിധാനം വളരെ വലിയ സംവിധാനമാണ്, ചെറിയ ഒരു സംവിധാനമല്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഖ്ഹിന്റെ കിതാബ്, ആ ഫിഖ്ഹിന്റെ കിതാബാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം സഗീർ എന്ന പേരിലുള്ള മഹാനവറുകൾ ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം. അവരുടെ മഹാ ആത്മീയ ഗുരുവുണ്ട്, മുഹമ്മദ് ബിൻ അബുൽ ഹസൻ അൽ ബക്കിരി എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ പരമ്പരയിൽപ്പെട്ട ഒരു മഹാൻ. ആ മഹാന്റെ ദർസിലും ആ മഹാന്റെ പ്രസംഗത്തിലും ആ മഹാന്റെ സംസാരത്തിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മീയ മൊഴിമുത്തുകൾ കേട്ടുകൊണ്ട് ആളുകൾ അന്തം വിടാറുണ്ട്, ഉലമാക്കൾ പൊന്തം വിടാറുണ്ട്, ഉലമാക്കൾ പരിഭ്രമിക്കാറുണ്ട്. അത്ര വലിയ ഹഖായിഖുകളും വലിയ അന്തസ്സാര സാരങ്ങളുമാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗങ്ങളിൽ വരിക. മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹിയോടുകൂടെ നുബുവത്ത് അവസാനിച്ചായിരുന്നുവെങ്കിൽ, നുബുവത്ത് ഇനിയും നിലനിൽക്കുമായിരുന്നെങ്കിൽ മുഹമ്മദ് ബിൻ അബിൽ ഹസൻ അൽ ബക്കിരി എന്ന് പറയുന്ന മഹാനായ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ മുഴങ്ങുന്ന ഈ വാചകങ്ങളും മുത്തുമണികളും രത്നമണികളും തത്വജ്ഞാനങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അത് നുബുവത്തിന്റെ സംസാരമാണെന്നും നുബുവത്തിന്റെ വഹയാണെന്നും ഞങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നേനെ. പക്ഷെ നിവൃത്തിയില്ലല്ലോ, അള്ളാഹു വഹി അവസാനിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പൊ വഹയിന്റെ കലാമ് പോലെ സംസാരിക്കുന്ന മഹാനായ ആത്മജ്ഞാനി, ആ ആത്മജ്ഞാനിയുടെ ഒരു കൊച്ചു വാചകം മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ നബിയെ കുറിച്ച്, നബിയോട് പ്രത്യേകമായി താല്പര്യം ഹൃദയത്തിൽ വന്നുകൊണ്ട് നബിയുടെ സ്ഥാനമാനങ്ങൾ വിവരിച്ച് അവിടുത്തെ സങ്കടം പറഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയിട്ടുള്ള ഒരു കൊച്ചു വാചകം മഹാനായ യൂസുഫ് നബ്ഹാനി, സയ്യിദ് യൂസുഫ് നബ്ഹാനി, ഈജിപ്തിൽ വഹാബിസത്തിന്റെ ത്രിമൂർത്തികൾ, അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു റഷീദ് റിള തുടങ്ങിയിട്ടുള്ള ത്രിമൂർത്തികളിലൂടെ ബിദ്അത്തിന്റെ പുതിയ പ്രസ്ഥാനമായി വഹാബി പ്രസ്ഥാനം ഈജിപ്തിൽ കലങ്ങി വന്നപ്പോ അതിനെതിരെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി നിലകൊണ്ട മഹാനായ വക്താവാണ് സയ്യിദ് യൂസുഫ് നബ്ഹാനി. ആ യൂസുഫ് നബ്ഹാനി തങ്ങളവർകൾ സ്വലാത്തിന്റെ മഹിമകൾ തന്നെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുപാട് സ്വലാത്തിന്റെ ഫലങ്ങളും സ്വലാത്തിന്റെ പദങ്ങളും വിവരിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ സഅദത്തുദ് ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ ബക്കരിയുടെ മകൻ മുഹമ്മദ് ബിൻ അബുൽ ഹസൻ അൽ ബക്കരി എന്ന മഹാനായ ആത്മീയ ഗുരുവിന്റെ വരികൾ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഞാൻ തുടങ്ങി വെച്ച കാര്യമാണ്. മാ അർസലർ റഹ്മാനു ഔ യുർസിലു മിർ റഹ്മത്തിൻ തസ്അദു ഔ തൻസിലു في ملكوت الله أو ملكه من كل ما يختص أو يشمل إلا وطه المصطفى عبده نبيه مختاره المرسل واسطة فيها واصل لها يعلم هذا كل من يعقل. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞ് ദീർഘിച്ചു പോകും, വണ്ടിക്ക് പോവും വേണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവർ പറയുന്നത് റഹ്മാനായ റബ്ബ്
ഈ ആലമുൽ മുൽക്ക് എന്ന ഇന്ദ്രിയ ലോകത്ത്, അതായത് പദാർത്ഥ ലോകത്ത്, നമ്മൾ കാണുന്ന ദൃശ്യലോകത്ത് എന്തൊരു റഹ്മത്ത് ഇറക്കുന്നുണ്ടോ, ഫീ മലക്കൂത്തില്ല, മലക്കുകൾ നിവസിക്കുന്ന ആകാശഗോളങ്ങളിലും അർശും കുർസിയും അടക്കമുള്ള ആലമുൽ മലക്കൂത്തിലും എന്തൊരു റഹ്മത്ത് അവതരിപ്പിക്കുന്നുണ്ടോ, ആ റഹ്മത്ത് മേലേക്ക് കയറുന്നതാവട്ടെ കീഴേക്ക് ഇറങ്ങുന്നതാവട്ടെ, ഇല്ലാ വത്വാഹൽ മുസ്തഫ, മുസ്തഫായ ത്വാഹ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസിതത്തും ഫീഹാ വഅസ്ലുൽ ലഹാ, ഇത് കയ്യേൽക്കുന്നതിനും ആർക്കാണോ അവകാശപ്പെട്ട അല്ലാഹു ഇറക്കുന്നതിൽ അവർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള മാധ്യമം മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയിലൂടെ അല്ലാതെ ഒരാൾക്കും ഒരു റഹ്മത്തും ഒരു സ്വലാത്തും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഉമ്മമാർക്ക് അവരുടെ മക്കളോടുണ്ടാകുന്ന റഹ്മത്ത് അള്ളാഹു ഹൃദയത്തിൽ നൽകുന്നതാണ്. ഗുരുവര്യന്മാർക്ക് അവരുടെ ശിഷ്യന്മാരുണ്ടാകുന്ന റഹ്മത്ത് അള്ളാഹു മനസ്സിൽ നൽകുന്നതാണ്. മുതിർന്നവർക്ക് കുട്ടികളോടുണ്ടാകുന്ന വാത്സല്യം അള്ളാഹു നൽകുന്ന റഹ്മത്താണ്. ഈ റഹ്മത്തുകൾ അടക്കം അള്ളാഹു ഇവിടെയും എവിടെയും എന്തെല്ലാം റഹ്മത്ത് ഇറക്കുന്നുണ്ടോ ആ റഹ്മത്തുകളൊക്കെയും മുത്തനബി മാധ്യമമായത് കൊണ്ടല്ലാതെ ഒന്നും ഇറങ്ങുന്നില്ല എന്ന ഈരടികൾ ആദ്യം പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഫലുദിബിഹി ഫീ കുല്ലി മാ തഖ്തശി ഫഇന്നഹുൽ മർജിഉ വൽ മൗഇദു وحط أحمال الرجاء عنده فهو شفيع دائما يقبل. അതുകൊണ്ട് ആ നബിയുടെ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ച സഹോദര, ഈ നബിയുടെ ഉമ്മത്തിൽപ്പെടാൻ ഭാഗ്യം ലഭിച്ച, വിശ്വാസിയാകാൻ ഭാഗ്യം ലഭിച്ച് അള്ളാഹു വിശ്വാസം തന്നിട്ടുള്ള മോമിനായ സഹോദര, ആ നബിയോട് അഭയം പ്രാപിക്കൂ. നിന്റെ ഭയാശങ്കകൾ ഏതു സമയത്തും അവിടെ നിന്നാണ് അവലംബം, അവിടെ നിന്നാണ് അഭയം. നിനക്ക് പടച്ചവന്റെ റഹ്മത്തിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന ആശയും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ ആ ആശയുടെ ചുമടുകളൊക്കെ നീ ഇറക്കി വെക്കൂ. മുത്തുനബിയുടെ അടുക്കിൽ ഇറക്കി വെക്കൂ. ആ നബി മുഖേനയല്ലാതെ നിനക്ക് അല്ലാഹു തആല ഒരു പ്രതിസന്ധിയും തീർക്കുന്നില്ല, ഒരു ഭയാശങ്കയും നീക്കുന്നില്ല, ഒരാശയും പ്രതീക്ഷയും നിനക്ക് അല്ലാഹു നിറവേറ്റി തരുന്നില്ല. നീ പ്രതീക്ഷിക്കുന്നതെല്ലാം ആ നബിയോട് അഭയം പ്രാപിച്ചുകൊണ്ട് നീ തേടിക്കോ. നീ ആഗ്രഹിക്കുന്നതെല്ലാം ആ നബിയുടെ സങ്കേതമായി, ആ നബിയെ തങ്ങൾ അമ്നായി നിനക്ക് നിർഭയത്വം നൽകുന്ന ഒരു സങ്കേതമാക്കി അല്ലാഹു നിശ്ചയിച്ചത് അവിടെ നിൽക്കൂ. വനാദിഹി ഇന്നസ്മതുൻ അൻശബത് അൽഫാറഹാ വസ്തഹ്കമൽ മുഅദിലു. കുഴക്കുന്ന മാറാവ്യാധികൾ വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ഭീകരതകളും വിഷമങ്ങളും അതിന്റെ നഖങ്ങൾ ആഴ്ത്തിക്കൊണ്ട് നിന്നെ ഭ്രംശിച്ചാലും, നിന്നെ ഭ്രംശിച്ചാലും, നിന്നെ കടിച്ചു കീറിയാലും ആ സമയത്തൊക്കെ നബിയോട് അഭയം പ്രാപിച്ച്, നബിയോട് സങ്കടപ്പെട്ട്, നബിയെ കൈയാളാക്കി വെച്ച്, നബിയെ കേന്ദ്രമാക്കി വെച്ച്, നബിയെ അഭയമാക്കി വെച്ചുകൊണ്ട് നീ അള്ളാഹുവിനോട് കേടപേക്ഷിക്കൂ, അള്ളാഹുവിലേക്ക് അടുക്കൂന്ന് നബിയോട് നമ്മൾ ബന്ധപ്പെടേണ്ടത് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഹൃദയത്തിന്റെ വികാരം മടക്കി വെക്കാനാവാതെ പിന്നെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചവർ യാ അക്റമൽ ഖൽഖി അലാ റബ്ബിഹി വഖൈറ മൻ ഫീഹിം ബിഹി യുസ്അലു ഖദ് മസ്സനിൽ കർബു വകം മറതൻ ഫർജത കർബൻ ബഅദഹു യുദ്ഹിലു ഫബില്ലദി ഖസ്സക ബൈനൽ വറാ ബിറുത്ബത്തിൻ അൻഹൽ ഉലാ തൻസിലു അജ്ജിൽ ബിദ്ഹാബില്ലദി അസ്തഖി വഇൻ തവഖഫത ഫമൻ അസ്അലു. സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയേ, അല്ലാഹുവിങ്കൽ ഏറ്റവും അധികം പദവിയുള്ള വീര്യപ്പെട്ട നബിയേ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ നബിയേ, വേദനയും വിഷമവും എന്നെ ബാധിച്ചിരിക്കുന്നു. എന്റെ വിഷമാവസ്ഥകളിൽ എത്ര തവണയാണ് അവിടെ നിന്ന് എനിക്ക് തുറവടി തന്നത്, അവിടെ നിന്ന് വിഷമം തീർത്തത്, എന്റെ പ്രയാസങ്ങൾ തീർത്തത്. സൃഷ്ടികൾക്കിടയിൽ അങ്ങേക്ക് സവിശേഷമായി അല്ലാഹു തന്നിട്ടുള്ള വലിയ പദവി വെച്ചുകൊണ്ട് പറയട്ടെ, അജ്ജിൽ ബിദ്ഹാബില്ലദീ അസ്തഖി വഇൻ തവഖഫത ഫമൻ അസ്അലു. എന്റെ വിഷമങ്ങൾ തീർക്കാൻ അങ്ങൊന്ന് പ്രത്യേകം
ഉളരി ഉളരി വേഗം വേഗം എന്റെ വിഷമം തീർത്തുകൊണ്ട് എന്നോട് കനിയണം. ഞാൻ അങ്ങെങ്ങാനും എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, എന്റെ ഈ അപേക്ഷയ്ക്ക് മുൻപിൽ, എന്റെ ഈ ഇസ്തിഗാസയ്ക്ക് മുൻപിൽ, എന്റെ ഈ പരാതി പറയലിന് മുമ്പിൽ അങ്ങൊന്ന് പെട്ടെന്ന് ആലോചിച്ചു നിന്നാൽ, ഉത്തരം തരാതെ അവിടെ ഞാൻ പറഞ്ഞ അപേക്ഷ സ്വീകരിക്കാതിരുന്നാൽ പിന്നെ ആരോടാണ് ഞാൻ ചോദിക്കുക? എനിക്ക് ചോദിക്കാനൊരിടമില്ലല്ലോ. ഫഹീലത്തി ദ്വാഖത്തു വസബിരിൻ ഖദാ വലസ്തു അദ്രി മല്ലദി അഫ്അലു. എന്ത് ചെയ്യാനാണ് ഞാനെന്ന് ഇങ്ങനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരുകുന്ന പ്രയാസകരും ബുദ്ധിമുട്ടുകളും ഒക്കെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ ഇസ്തിഗാസയുടെ കവിത തുടരുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഇസ്തിഗാസകളിൽ വെച്ച് ഏറ്റവും രുചികരമായ, ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും കർണാനന്ദകരമായ ഒരു ഇസ്തിഗാസയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യൂസുഫ് ഇബ്നു ബുഹാനി തങ്ങൾ തന്റെ സഅദത്തുദ് ദാറൈൻ എന്ന കിതാബിൽ ഇത് ചേർക്കുന്നത്. നമ്മെ ഇത് പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ തുണ്ടമാണ് ഞാൻ പറഞ്ഞത്. എന്തുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെത് വിതരണം ചെയ്യുന്നത് ഞാനാണ്, നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നൽകുന്നതെല്ലാം അള്ളാഹു താല വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുന്നതും വിതരണം ചെയ്യാൻ ബന്ധപ്പെടുന്നതും എന്നെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇവിടത്തെ കാര്യം മാത്രമല്ല, നാളെ പരലോകത്തെ കാര്യം അതാണ്. സ്വർഗത്തിന്റെ താക്കോലെന്റെ കയ്യിലാണ്. അത് തുറക്കുമ്പോൾ, ഞാൻ തുറന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ എന്റെ കൂടെ നിർധനരായ മോമിനീങ്ങളും സാധുക്കളായ മോമിനീങ്ങളും ഉണ്ടാകും. അവരാണ് എന്റെ കൂടെ ഉണ്ടാവുക. അത് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നാളെ പരലോകത്തെ ഏറ്റവും ശാശ്വതമായ അതിന്റെ കാവൽക്കാരൻ മുസ്തഫ സ്വല്ലല്ലാഹു തയ്യാറാവാതെ ആളുകൾ കേട്ടി വരുമ്പോൾ അറ്റൻഷനായി നിൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അറ്റൻഷനായി നിൽക്കുമ്പോൾ മലക്കുകളുടെ സമൂഹങ്ങൾ കൂട്ടം കൂട്ടമായി അണിനിരന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വിടുന്നു കിട്ടിയിട്ടൊരു വിചാരണ തുടങ്ങണം പറയാൻ അള്ളാഹുവിനോട് പറയാൻ ഒരാളില്ലാതിരിക്കുമ്പോ എല്ലാവരും ഓടിച്ചെന്നുകൊണ്ട്, ഏത് സമൂഹത്തിൽപ്പെട്ടവരും ഓടിച്ചെന്നുകൊണ്ട് മുത്തനബിയുടെ സമീപത്തിലേക്ക് വരുന്ന ഹദീസ്, ശഫാഅത്തിന്റെ ഹദീസ്, നമുക്കൊക്കെ സുപരിചിതമായ ഹദീസല്ലേ. അവിടങ്ങളിലെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഏകനായ കാവൽക്കാരനും ഏകനായ ഡിസ്ട്രിബ്യൂട്ടറും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തുകളും ഓശാരങ്ങളും നിഅമത്തുകളും എല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിതരണക്കാരനായ ഖാസിമുമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് ഇത്ര വലിയ പദവി കിട്ടിക്കൊണ്ടിരിക്കാൻ നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നു. നൽകുമ്പോൾ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് അതിന്റെ മിഞ്ചാടിയായി അതിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന ഇഷ്ടങ്ങൾ, ശേഷിപ്പുകൾ അല്ലാഹു തആല നമുക്ക് നൽകുന്നു. ഇത് നൽകണമെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയെന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ കുറിച്ച് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പൊ എത്ര വലിയ മഹത്തരമാണ് ഈ സ്വലാത്ത്. ആ സ്വലാത്ത് നമ്മൾ നിത്യമാക്കാനും നടന്നു വരുന്ന സ്വലാത്തിൽ പങ്കെടുക്കാനും അത് മുടങ്ങിപ്പോകാതെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും, ഒരു നാടിന്റെ ഐശ്വര്യം, ഒരു നാടിന്റെ ആപത്തുകളിൽ നിന്നുള്ള രക്ഷ, ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായിട്ടുള്ള എല്ലാ ഔന്നത്യങ്ങളുടെയും എല്ലാറ്റിന്റെയും കേന്ദ്രമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ കലാമു പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണം എന്ന മഹത്തായ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നാവ് കൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന പുണ്യങ്ങളിൽ ഏറ്റവും പുണ്യമുള്ളത് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളയും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്, നമ്മുടെ മനസ്സിൽ വരികയാണ്, റസൂലുള്ളയോടുള്ള കടപ്പാട് വരികയാണ്. ആ കടപ്പാടുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലും ഇന്ദ്രിയാതീത ലോകത്തിനും ഇന്ദ്രിയ ലോകത്തിനും അടക്കമുള്ള എല്ലാ ലോകങ്ങളിലേക്കും അള്ളാഹു റഹ്മത്ത് നൽകുന്നതിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സംവിധാനം നമ്മുടെ മനസ്സിൽ വരിക. ആ സംവിധാനത്തിന്റെ ഭാഗമായ നമ്മളും സ്വലാത്ത് ചൊല്ലുന്നത്.
അക്കൂട്ടത്തിലല്ലാതെയും നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.